വെൽക്കം പ്രിയപ്പെട്ടവരെ വചനധാരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. വചനധാര ഒരു ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമാണ്. നമ്മൾ വചനം കുറച്ച് ഭാഗങ്ങൾ എല്ലാ ദിവസവും വായിക്കും. അതിനെപ്പറ്റിയുള്ള റിഫ്ലക്ഷൻസും കമൻട്രീസും ഷെയർ ചെയ്യും. പിന്നെ പ്രാർത്ഥിച്ചാൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഗോസ്പൽസ് ആണ്. മാത്യുവിൻ്റെ ഗോസ്പൽ ചാപ്റ്റർ 4 ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. മാത്യു ചാപ്റ്റർ 4 വേഴ്സസ് 18 ഓൺവേർഡ്സ്. അവൻ ഗലീലി കടൽത്തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തത്ക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സെബദിപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവായ സെബദിയുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തത്ക്ഷണം അവർ വഞ്ചിയും അവരുടെ പിതാവിനെയും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവൻ അവരുടെ സുനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവന്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു. അവരെ അവൻ സുഖപ്പെടുത്തി. ഗലീലി, ദെക്കാപോളിസ്, ജെറുസലേം, യൂദയ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. നമ്മളിന്ന് വായിച്ചു കേട്ട ഈ ഒരു പോർഷൻ ഒരു വലിയൊരു സിഗ്നിഫിക്കൻറ്റ് എലിമെന്റ് ഈശോയുടെ ലൈഫിൽ നറേറ്റീവിൽ കൊണ്ടുവരുന്നതാണ്. ഇവിടെ മാത്യു ഒരു പ്രോഗ്രസീവായിട്ട് ഈശോയുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്നു. ഇൻഫൻസി നറേറ്റീവിൽ തുടങ്ങി ബാപ്റ്റിസം, പിന്നെ ടെംപ്റ്റേഷൻ, പിന്നെ ഈശോ മിനിസ്ട്രി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ആരംഭിക്കാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് നിർത്തിയത്. ഇത് എക്ലീസിയോളജിയുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ, സഭ സ്ഥാപിച്ചു തുടങ്ങുന്നതിന്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ ആദ്യമായിട്ട് തന്നെ മിനിസ്ട്രിയിൽ മറ്റു വ്യക്തികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുന്നതോടൊപ്പം തന്നെ മറ്റു മനുഷ്യരോടുള്ള സ്നേഹത്തിലും വളരുന്നതാണ്. ഒരു ക്രോസ് പോലെ തന്നെയാണ് ക്രിസ്ത്യൻ ലൈഫ്. സോ ഈശോ ഇവിടെ തൻ്റെ മിനിസ്ട്രി, തൻ്റെ ദൗത്യം ബലിയാവുക, അതുപോലെ തന്നെ പഠിപ്പിക്കുക, ഒരു മോഡൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ജീവിക്കുക, അതോടൊപ്പം തന്നോട് അനേകരെ ചേർത്ത് ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ബിൽഡ് ചെയ്യുന്നു. പിന്നെ ഈശോയുടെ ഈ ഒരു കോളിൽ ഈശോ ഡിസൈപ്പിൾസിനെ വിളിക്കുന്നത് അതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ഒരു ആസ്പെക്റ്റ്. സാധാരണ ജൂയിഷ് റബ്ബായിമാർ എല്ലാവരും അവരെ ഡിസൈപ്പിൾസ് അന്വേഷിച്ച് പോകുമായിരുന്നു. ഒരു ഫേമസ് പ്രീച്ചർ, ഒരു ഫേമസ് ടീച്ചർ. അപ്പോൾ അവരെ അന്വേഷിച്ചാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പം പണ്ടത്തെ ഏത് വലിയ ടീച്ചറെ നോക്കിയാലും, സോക്രട്ടീസോ ഒക്കെ നോക്കിയാൽ നമ്മളിവിടെ കാണുന്നത് ഡിസൈപ്പിൾസ് ആണ് ഈ ടീച്ചേഴ്സിനെ അന്വേഷിച്ച് പോകുന്നത്. എന്നാൽ നമുക്കിവിടെ കാണാം ഈശോയാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഈശോയാണ് ഡിസൈപ്പിൾസിനെ ചൂസ് ചെയ്യുന്നതും വിളിക്കുന്നതും പിന്നെ അവരോട് സംസാരിച്ച് അവരെ തൻ്റെ കൂടെ കൂട്ടുന്നതും. നമുക്കിത് പഴയ നിയമത്തിനകത്ത് ചെറിയ കുറച്ച് നമുക്ക് കാണാൻ പറ്റും ചില എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ എലീഷ പ്രോഫറ്റ് എലൈഷാനെ എലൈജ വിളിക്കുന്ന ഇതേപോലത്തെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. എലൈഷ എന്ന് പറഞ്ഞ പ്രോഫറ്റ്, എലീഷ നമ്മൾ മലയാളത്തിൽ വായിക്കും. എലീഷ പ്രവാചകൻ നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏലിയ പ്രവാചകൻ ആ വഴി പോയി തൻ്റെ മാൻറ്റിൽ എലീഷയുടെ ദേഹത്തിടുന്നു. അങ്ങനെയാണ് ആ വിളിയുടെ ആ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ അവിടെ പോലെ വേറെ ജോലി കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിക്കുന്നു. അപ്പോൾ ഏലിയ വഴിയൊരു പ്രവാചകൻ എന്ന രീതിയിൽ എലീഷ പുറകെ പോയി എന്നെയും കൂടെ ശിഷ്യനാക്കുമോ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടുമോ എന്ന് ചോദിക്കുന്ന കോണ്ടെക്സ്റ്റ് അല്ല. ഏലിയായോട് ദൈവം പറയുന്നു, എലീഷായ നീ നിനക്ക് ശേഷം പ്രവാചകന്മാരുടെ നേതാവായിട്ട്, പ്രവാചകനായിട്ട് അനോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഏലിയ എടുക്കുന്നത്. അപ്പോൾ ദൈവം ഏലിയക്ക് കാണിച്ചു കൊടുക്കുന്ന, ഏലിയ ചെയ്യുന്നു, എലീഷ വിളിക്കുന്നു. അതേപോലെ ഇവിടെ ഈശോ തന്നെ ഒരു ഇനിഷ്യേറ്റീവ്, ഈശോ ദൈവമാണ്, ഈശോ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഡിസൈപ്പിൾസിനെ വിളിക്കുന്നത്. വളരെ റെയർ ആണ് അത്, എസ്പെഷ്യലി പണ്ടത്തെ ഒരു സിസ്റ്റത്തിനകത്ത് വളരെ റെയർ ആണ് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ്. ഓക്കെ, പിന്നെ നമ്മൾ കാണുവാണ് അവൻ ഗലീലി കടൽത്തീരത്ത് നടക്കുമ്പോൾ. ഗലീലി കടൽത്തീരം, ഗലീലി കടൽ എന്ന് പറയുന്നത് ഒരു കടലല്ല, ആക്ച്വലി ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. അപ്പോൾ ആ ലേക്ക് നമ്മളതിന് ഗണേശരത്ത് തടാകം എന്ന് പറയും, ലേക്ക് ടൈബീറിയസ് എന്ന് പറയും. അപ്പം അന്നത്തെ റോമൻ എംപററിന്റെ പേര് ടൈബീറിയസ്, അതിട്ട് വിളിക്കുമായിരുന്നു ലേക്ക് ടൈബീറിയസ് എന്ന്. പക്ഷേ ജ്യൂസിന് ഡെഫിനറ്റ്ലി
റോമൻ പേര് ഇഷ്ടമില്ല. അപ്പം ഗലീലി കടൽ എന്ന് കൂടുതലായിട്ടും പറയുന്നത് ഈ ഒരു കടലുള്ള ഒരു ലേക്കാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ അവിടെ 2 കാര്യം ഇവിടെ കാണാം. ഈശോ ഗലീലി കടൽ തീരത്തൂടെ നടക്കുകയാണ്. അപ്പൊ ഈശോ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈശോ അതിനകത്ത് ഒരു കോണ്ടെക്സ്റ്റ് നമ്മളവിടെ വായിക്കുന്നു. അതായത് ഡിസൈപ്പിൾസ് വല വീശിക്കൊണ്ടിരിക്കുന്ന അവിടെ ഈശോ വരുന്നു. ഇപ്പൊ ജോൺ ദ ബാപ്റ്റിസം കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് അവിടെ ഈശോ വരുന്നു. അതുപോലല്ല ഇത് കാണിച്ചിരിക്കുന്നത്. ഈശോയുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഈശോയുടെ ഒരു മിഷന്റെ ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ട് ഒരു എക്ലസിയോളജിക്കൽ ബിൽഡിങ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഈശോ സെന്റേർഡ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു നരേറ്റീവ് പോകുന്നത്. ഈശോ കാണുന്ന കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രേസിനെ കാണുന്നു. അപ്പോൾ അതുപോലെ ഈ ഡിസൈപ്പിൾസ് അവർ വെറുതെ അവിടെ ഇരിക്കുകയില്ല, അവര് കടലിൽ വല വീശിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദേ ആർ ഇൻ ആക്ഷൻ. അവരൊരു കാര്യത്തിന് കമ്മിറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നവരാണ്. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പൊ ഡിസൈപ്പിൾസ് ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പുവർ ഫിഷർമെൻ അങ്ങനെ തന്നെ ആണോ എന്ന് പറയാൻ പറ്റില്ല. 3 ടൈപ്പ് ജോബ് ഈ മീൻ പിടിക്കുന്നതായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ സമയത്ത് കാണാം. ഒന്ന്, ഒരു ഫ്രാഞ്ചൈസി പോലെ ഈ മീൻ പിടിക്കുന്നത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ചുങ്കക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോട്ടും വലയും ഒക്കെ റെന്റിന് കൊടുത്ത് അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ ഹയേർഡ് ആൾക്കാരെ എടുത്ത് അവരെ കൊണ്ട് മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ തന്നെ കടലിൽ പോയി മീൻ പിടിക്കുന്നവർ, പല പല കാറ്റഗറി ഉണ്ടായിരുന്നു. കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കാണുന്നു എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഇവർ ഏത് കാറ്റഗറി, എന്തായാലും ചുങ്കക്കാരെല്ലാം നമുക്കറിയാം. ലേബറേഴ്സ് തന്നെ ആയിരുന്നോ, ശരിക്കും മീൻ പിടിക്കുന്നവർ മാത്രമാണോ, അതോ ഇതൊക്കെ റെന്റ് ഔട്ട് ചെയ്യുന്നവരാണോ നമുക്ക് അറിയത്തില്ല. ഓക്കെ, നമ്മൾ പിന്നെ കാണും ജോണിനെയും ജെയിംസിനെയും വിളിക്കുമ്പോൾ അവർ പിതാവിനെ ഉപേക്ഷിച്ച് വല നന്നായിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർ പിതാവിനെ വലയൊക്കെ ഉപേക്ഷിച്ച് ഈശോ അനുഗമിക്കുന്നു വായിക്കും. മാർക്കിന്റെ ഗോസ്പിൾ നമ്മൾ വായിക്കുന്നത് അവർ ഹയേർഡ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരെ വിട്ടിട്ടും കൂടെയാണെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവരും അതേപോലെ ആൾക്കാർ വേറൊരു അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മീൻപിടുത്തക്കാർ കൂടെ ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ ഇവർ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പുവർ ഫിഷർമെൻ ആണ് എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. അങ്ങനെ ആകാം എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈശോ അവരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഈ ഗോസ്പിൾ ഇത്രയും നേരം നമ്മൾ കാണുന്നത് ഈശോ പറഞ്ഞ കുറച്ച് വേർഡ്സ് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഈശോ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഈശോ പറയുന്ന വാക്കിട്ട് നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ ഇത് ചെയ്യുക, എല്ലാ നീതിയും അനുസരിക്കാൻ നമുക്ക് ഉചിതമാണ് എന്ന് ജോണിനോട് പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ അസർട്ടീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതുപോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സേ ഉള്ളൂ. അതുപോലെ സത്താനെ ദൂരെ പോവുക. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈശോ പറയുന്നത്. ഇവിടെ ഈശോ പറയുന്നത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പൊ ഒരു വിളിയുണ്ട്, ഒരു ഓൾമോസ്റ്റ് ലൈക്ക് എ കമാൻഡ് പോലത്തെ ഒരു വിളിയുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രോമിസും ഉണ്ട്. വെറുതെ വിളിക്കുമല്ലോ, അതിൻ്റെ കൂടെ ഒരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് എന്താണ്? നിങ്ങൾ ഫിഷിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതൊരു പ്രോമിസും അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലും കൂടെയാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം നൽകുമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ഒരു രീതിയിൽ മെനഞ്ഞെടുക്കും എന്നാണ് ഈശോ പറയുന്നത്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പൊ അതിന്റെ മീനിങ്ങും അതിന്റെ ഇന്റൻസിറ്റിയും എത്രത്തോളം ഡിസൈപ്പിൾസിന് മനസ്സിലായി, അല്ലെങ്കിൽ പീറ്ററിനും ആൻഡ്രൂവിനും മനസ്സിലായെന്ന് നമുക്കതൊന്നും ക്ലിയർ അല്ല. കാരണം ഇവിടെ നമ്മൾ ഒറ്റ പ്രാവശ്യം വിളിക്കുന്നു, ഉടനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഉടനെ എല്ലാം തക്ഷണം വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്ന് പറയുന്നു. മാത്യു തക്ഷണം എന്ന് പറയുമ്പോൾ മാർക്കിന്റെ ഗോസ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് റിപ്പീറ്റഡ്ലി ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ ടൈമിനെ വളരെ ആക്സലറേറ്റഡ് ആയിട്ടാണ് മാർക്കോസിന്റെ സുവിശേഷം പ്രസന്റ് ചെയ്യുന്നത്. മാത്യു അത്രയും പറയാറില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ മാത്യുവിടെ തക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ദൈവരാജ്യത്തിലേക്കുള്ള വിളി അല്ലെങ്കിൽ ഈശോയുടെ വിളി എന്ന് പറയുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റാഡിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വിളിയാണ്. അല്ലെങ്കിൽ എനിക്ക് പിന്നെയും മീനും പിടിച്ചുകൊണ്ടിരിക്കാം, അതിൻ്റെ കൂടെ പതുക്കെ ഈശോയും കൂടെ ഫോളോ ചെയ്യാം, അങ്ങനെ അങ്ങനെ അല്ല ഈശോയുടെ ശരിക്കുമുള്ള അല്ലെങ്കിൽ ഈശോ പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ്. തത്ക്ഷണം എല്ലാം ഉപേക്ഷിച്ച് ഫോളോ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി, അതാണ് ഈശോ എക്സ്പെക്ട് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ, നമ്മുടെ ലൈഫിലും മറ്റേ ലൈഫിൽ നമുക്ക് കാണാം എപ്പോഴും ഒരു സ്പിരിച്വലി ചിലപ്പോൾ ചില ആൾക്കാരുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ
റാഡിക്കലായിരിക്കും. ഓൾ ഓഫ് എ സഡൻ അവർ തിരിയുന്നു, അല്ലെങ്കിൽ പഴയ ജീവിതം ഉപേക്ഷിച്ച് പുതിയ ലൈഫിൽ എൻ്റർ ചെയ്യുന്നു. വളരെ പവർഫുൾ ആയിട്ടൊരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലർ ഗ്രാജുവലി പതുക്കെ കേട്ട് അന്ന് പിന്നെ മാറാം, അങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ട്. മറ്റു ചിലരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു എലിമെൻ്റേ കാണാൻ പറ്റത്തില്ല. അവർ ഓർമ്മ വെച്ച നാളുകൊണ്ട് അവർ ദൈവത്തെ അങ്ങ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പല രീതിയിലും കാണാം. പക്ഷെ റാഡിക്കലായിട്ടൊരു മോമെൻറ്റിൽ ഞാൻ ഡിസൈഡ്, അല്ലെങ്കിൽ എനിക്കൊരു ദൈവത്തിൻ്റെ ഒരു ടച്ച് കിട്ടി, I decide I will change my past. എൻ്റെ പാസ്റ്റ് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോകും. അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ലൈഫ് തന്നെ അത്ര ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. പതുക്കെ ഇങ്ങനെ കുറച്ച് തണഞ്ഞും കുറച്ച് തണുത്തും കുറച്ച് ചൂടായും അങ്ങനെ ഉള്ളവരുടെ ഒരു ഈ 2 വെള്ളത്തിൽ കാല് വെച്ച് കുറേ നാൾ പോയി പിന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇഷ്യൂലാവുമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോസസ്സിനെക്കാളും റാഡിക്കൽ ചേഞ്ച് വന്നവരൊക്കെ തന്നെ നമുക്ക് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഈശോ വളരെ പവർഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ള മനുഷ്യരായിരിക്കും. കാരണം ഫ്രാൻസിസ് ഓഫ് അസീസി ആയിരിക്കാം. എല്ലാവരുടെ ലൈഫിലും ചെറുതായിട്ട് വളരെ വിളി കിട്ടി വലിയൊരു റെസ്പോൺസ് കൊടുത്തിട്ട് ഇച്ചിരി ഫോൾ ബാക്ക് ചെയ്ത് പിന്നെ വരുന്നവർ ഒത്തിരി പേരുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ഈ പീറ്ററിനെ തന്നെ ഈശോ വിളിക്കുമ്പോൾ തക്ഷണം മലയൊക്കെ ഉപേക്ഷിച്ച് പോയ പീറ്റർ ഈശോയുടെ കുരിശുമരണ സമയത്ത് കൂടെ നിന്നില്ല, പക്ഷെ പിന്നെയും തിരിച്ചു വന്നു. അപ്പൊ ഈശോ ഒന്നുകൂടെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ചോദിച്ച് നമുക്ക് ആ പോർഷൻ കാണാം അല്ലേ. അപ്പൊ ചെറുതായിട്ടൊരു ഡൗൺഫോൾ വന്നിട്ട് പിന്നെയും തിരിച്ചു വന്ന എക്സ്പീരിയൻസ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ടും തന്നെ ഈസ്റ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടും ഡിസൈപ്പിൾസ് പിന്നെയും കുറച്ചുനാൾ പേടിച്ചിരുന്നു. എന്നിട്ട് നമുക്കറിയാം പെൻറ്റക്കോസ്റ്റ് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ശരിക്കും അനുഭവിച്ചതിന് ശേഷം പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നമുക്കറിയാം പീറ്റർ മരിക്കുന്നതിന് മുമ്പ് കുരിശുമരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ടിരുന്നതായിട്ടും പിന്നെ ഈശോ തന്നെ ഒരു വിഷൻ കണ്ട് തിരിച്ചു പോയി എന്നാ മരിക്കാനായിട്ട് വില്ലിങ് ആവുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ വായിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോസസ്സ് എപ്പോഴും ഉണ്ടെങ്കിലും റാഡിക്കലായിട്ട് ഈശോയ്ക്ക് റെസ്പോൺസ് കൊടുക്കുന്നവർ വളരെ പവർഫുള്ളായിട്ട് ദൈവത്തെ റേഡിയേറ്റ് ചെയ്യുന്നവരാണ്. കാരണം അവർ പാസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അപ്പം തന്നെ ഉപേക്ഷിക്കുന്നവരാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ പാസ്റ്റും അവരുടെ യേശുവിലുള്ള ജീവിതം തമ്മിൽ അത്ര വലിയ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ലൈഫിലേക്കാണ് ഇവിടെ പീറ്ററും ആൻഡ്രൂവും എൻ്റർ ചെയ്യുന്നത്. അവർ വലകൾ ഉപേക്ഷിച്ച് അവരെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, വലകളെന്ന് പറയുമ്പോൾ നമുക്ക് കലകളും അറിയാം അല്ലേ. ഒരു വെബ്, ഒരു നെറ്റ്, വലയിൽ കുടുങ്ങുക, അതൊക്കെ നമ്മളെപ്പോഴും ഒരു ആപത്ത്, ട്രാപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ ലോകത്ത് വായിക്കും. പക്ഷെ ഇവരുടെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടെ കാണാം. കടലിൽ നിന്ന് ഫിഷിനെ പിടിക്കാനായിട്ടാണ് വലകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വലകൾ ഉപയോഗിക്കാം അല്ലെ. പല എൻറ്റാങ്കിൾമെന്റ്സ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ വേൾഡ്ലി ആയിട്ടുള്ള സമ്പത്തോ ആൾക്കാരുടെ അംഗീകാരമോ ഫെയിമോ മണിയോ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ എന്തിനെങ്കിലും ഒക്കെ വേണ്ടി നശ്വരമായ കാര്യങ്ങളൊക്കെ വീശിപ്പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലകൾ ഉപേക്ഷിച്ചിട്ട് അവർ യേശുവെ അനുഗമിച്ചു എന്ന് നമുക്ക് സിംബോളിക്കായിട്ട് ചിന്തിക്കാം. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. അപ്പൊ അവിടെ നിന്ന്, അതായത് അവർ ഈശോ അനുഗമിക്കുന്നു, പിന്നെ ഈശോയും അവരും കൂടെയാണ് പിന്നെ യാത്ര. പിന്നെ ഒറ്റയ്ക്കൊരു യാത്രയല്ല ഈശോയ്ക്ക്. അവരെ സംബന്ധിച്ചും അവരുടെ ഒരു റെസ്പോൺസ്, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു വിളി കേൾക്കുകയാണ്. അവരതിന് റെസ്പോൺസ് കൊടുക്കുകയാണ്. പിന്നെ അവർ ഒരുമിച്ച് ആ യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെ നമുക്കൊരു കാര്യം കാണാം. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് ഈശോ പറയുമ്പോൾ ഒറ്റൊരു വചനം, അതുകൊണ്ടിട്ടാണ് ഈശോ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. ദൈവപുത്രന്റെ ഒരു വചനം, അതാണ് സഭ സ്ഥാപിക്കുന്ന, സഭയുടെ വിത്തുകൾ പാകുന്നത്. നമ്മൾ തിരിച്ചറിയണം, ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്ത സമസ്തവും അവനിലൂടെ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈശോ ഒരു വാക്കുകൊണ്ട് ഒരു ജനത്തെ വിളിക്കുന്നതിന് തുല്യമാണത്. സബദി പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും അവർ പിതാവായ സബദി മൊത്തം വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അപ്പം അവിടെ നമ്മൾ നേരത്തെ ആൻഡ്രൂവിൻ്റെയും പീറ്ററിൻ്റെയും കാര്യം പറഞ്ഞ പോലെ അവരെ മീൻ പിടിക്കുമായിരുന്നു, ഇവര് വല നന്നാക്കുമായിരുന്നു. അപ്പൊ 2ഉം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് അല്ലെ. ആ മീൻ പിടുത്തം ഇൻഡസ്ട്രിയുമായിട്ട് ബേസ്ഡ് ആയിട്ട്, ഒന്ന് ആക്റ്റീവായിട്ട് മീൻ പിടിക്കുക, രണ്ടാമത് കേടുപാടുകൾ തീർക്കുക. അപ്പൊ അതൊരു മെയിൻ്റനൻസും കൂടെയാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു തുന്നൽ സ്റ്റിച്ചിങ് ടൈം സേവ്സ് 9 എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. അപ്പൊ ഒരു പ്രോബ്ലം കണ്ട് അപ്പത്തിന് അതിനെ അഡ്രസ്സ് ചെയ്യുന്നവരാണ് അവരുടെ നേച്ചർ കാണാം. ഇപ്പൊ ആൻഡ്രൂവിൻ്റെയും പീറ്ററിൻ്റെ നേച്ചർ നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് ഒരു അധ്വാനിക്കുന്നവര്, ഓൺ ദ മൂവ് ആയിട്ടുള്ള മനുഷ്യര്. നമ്മൾ ജെയിംസിനും ജോണിനും എവിടെ കാണുന്നത്, അവർക്ക് അത്ര മൊബിലിറ്റി അല്ല അവർ കാണുക, അവരവിടെ ഇരിക്കുവാണ്, പക്ഷെ അവര് ചില കാര്യങ്ങൾ നന്നാക്കുവാണ് അല്ലേ.
അപ്പോൾ ഇതൊക്കെ നാളെ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ അപ്പോസ്റ്റൽസ് ആയിട്ടുള്ള അവരുടെ കോളിൻ്റെ ഒരു 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 മാനിഫെസ്റ്റേഷൻ കൂടെയാണ്. നമുക്ക് ജോണിനെ പറ്റി നോക്കുമ്പോൾ ജോൺ കുറച്ചുകൂടി വിത്ഡ്രോൺ ആയിട്ട് ഈശോയുടെ ഹൃദയം അന്വേഷിക്കുന്നവനും അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ നടക്കുന്നവനാണ് ജോൺ. അതുപോലെ ജെയിംസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് അപ്പോസ്റ്റൽമാരുടെ അകത്ത് നിന്ന് മാറ്ററായ രക്തസാക്ഷിയായ അപ്പോസ്റ്റലനാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കുറച്ചും കൂടി ഒരു കോറായിട്ട് നമുക്ക് കാണുന്നത് ഒരു വിത്ഡ്രോൺ ആയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കാണാം. ഇവരൊന്നും ലൈഫിൽ ഇവരൊക്കെ തന്നെ തീപ്പന്തങ്ങളായിരുന്നു. ഈശോ പറയുന്ന പോലെ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരായിരുന്നു. അത് വേറെ കാര്യം. നമ്മൾ ആക്ഷൻ ലെവലിൽ കാണുന്നത് അവരുടെ ആ ഫോക്കസ്, അവർ കൊടുക്കുന്ന ആക്ടിവിറ്റി വേറെ ടൈപ്പ് ആക്ടിവിറ്റിയാണ്. അത് അപ്പോസ്റ്റൽഷിപ്പിനകത്ത് നാളെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു നേച്ചറും കൂടെയാണ് കാണിക്കുന്നത്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ അവഗണിക്കാതെ അപ്പം തന്നെ അഡ്രസ്സ് ചെയ്ത് സൊല്യൂഷൻ അപ്പം തന്നെ ചെയ്യുന്നൊരു നേച്ചർ നമുക്ക് അവിടെ കാണാം. അതുപോലെ പീറ്ററിൻ്റെ ആൻഡ്രൂനും കഴുത്തത്താണ് അവർ ആക്റ്റീവായിട്ട് ഹണ്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ, ദൈവരാജ്യത്തെ അഡ്വാൻസ് ചെയ്യാനായിട്ടൊരു പ്രവർത്തനം ആക്റ്റീവായിട്ട് ഫോർഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പീറ്റർ. നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അവരെയും അവൻ വിളിച്ചു. തത്ക്ഷണം അവർ വഞ്ചിയും അവരുടെ പിതാവിനെ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അപ്പം നമ്മൾ പീറ്ററിൻ്റെയും ആൻഡ്രൂൻ്റെയും കാര്യത്തിനകത്ത് അവരുടെ ഫാമിലി ടൈസ് ഉപേക്ഷിക്കുന്നതായിട്ട് ക്ലിയർ. അവിടെ പ്രത്യേകിച്ച് വലിയ മാനിഫെസ്റ്റേഷൻ ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ അപ്പനെ ഉപേക്ഷിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ലൈവ്ലിഹുഡിനുള്ള മീൻസിനെ ഉപേക്ഷിച്ചും അതുപോലെ തങ്ങളുടെ ഫാമിലി ടൈസിനെ ഉപേക്ഷിച്ചും ഈ ആദ്യത്തെ ഡിസൈപ്പിൾസ് ഈശോ ഫോളോ ചെയ്യാനായിട്ട് ആ ഒരു ഈശോയുടെ ഒരു സ്വരം കേട്ട് ഈശോയുടെ പിന്നാലെ വരാനായിട്ട് വില്ലിങ്നെസ് കാണിക്കുമ്പോൾ ഈശോയുടെ കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈശോ അവരെ ഒരു കമാൻഡ് പോലെ അവർ വിളിക്കുന്നു. അതുപോലെ പ്രോമിസും കൂടെ അതിലൂടെ കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ ഉത്തരവാദിത്വം ഈശോയുടേതാണ്. നിങ്ങൾ തന്നെ എൻ്റെ കൂടെ ആണ് മനുഷ്യരെ പിടിക്കുന്നവരായിക്കോ എന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. അപ്പം അത് ഈശോ നന്നായിട്ടത് ചെയ്യുന്ന ഒരു ട്രെയിനിങ്, ഒരു ഫോർമേഷൻ ഈശോയുടെ കൂടെ നടത്തി, ഈശോയുടെ ലൈഫും ടീച്ചിങ്സും പിന്നെ ഈശോ കുരിശുമണം വരെ വിധേയപ്പെട്ടതെല്ലാം വഴി ഈശോ കാണിച്ച് അവരെ വളർത്തി. ശരിക്കും പറഞ്ഞാൽ അവരെ ഈശോ പണിതു. അതിനുള്ള ആ ഒരു പ്രോമിസാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ അവരുടെ ലൈഫ് ഡ്രാസ്റ്റിക്കായിട്ട് മാറുമ്പോൾ അവർ ഉപേക്ഷിച്ചതിന് പകരമായിട്ട് അവർക്ക് എന്ത് കിട്ടിയെന്ന് നമ്മളിവിടെ ചിന്തിക്കണം. ഒരു ശിഷ്യൻ കർത്താവിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആ റെസ്പോൺസിന് അവരൊരു വില കൊടുക്കുന്നുണ്ടല്ലേ. അവരുടെ ലൈവ്ലിഹുഡ് അവർ ഉപേക്ഷിച്ചു, അവരുടെ സ്വന്തം അപ്പനെ അവർ ഉപേക്ഷിക്കുന്നു. അവർ ആ കൊടുക്കുന്ന വിലയ്ക്ക് പകരമായിട്ട് അവർക്ക് കിട്ടുന്നത് എന്താണ്? ഈശോ പ്രോമിസ് ചെയ്ത ഒറ്റൊരു കാര്യം അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമുക്ക് കാണാം അവരുടെ ലൈഫിനകത്ത് കിട്ടിയ വലിയൊരു നിധി. ഒന്നാമതായിട്ട് അവർക്ക് ഈശോ ദേവപുത്രൻ തൊട്ട് ചേർന്ന് ജീവിക്കാൻ പറ്റി. അത് അവർ ഗ്രാജുവലി തിരിച്ചറിയുന്നതാണ്. എന്താണെങ്കിലും അവർക്കൊരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു റെസ്പോൺസും ഒരു വളരെ അട്രാക്റ്റഡ് ആയിപ്പോയി അവർ പെട്ടെന്ന് ഈശോയുടെ അല്ലേ. മനുഷ്യ ഹൃദയങ്ങളെ ഈശോക്ക് ഒരു നിമിഷം മതി സ്വാധീനിക്കാൻ. അങ്ങനെ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ റെസ്പോൺസിന് ശേഷം അവരെ ഉപേക്ഷിച്ച ലൈവ്ലിഹുഡ് വേറൊരു രീതിയിൽ അവർ കിട്ടി. മനുഷ്യരെ പിടിക്കുന്നത്, കർത്താവിൻ്റെ വചന മിനിസ്ട്രി ചെയ്യുന്നവർ. നമ്മളിനി അങ്ങോട്ട് ഈശോയുടെ പബ്ലിക് മിനിസ്ട്രി കാണുമ്പോൾ ആ പബ്ലിക് മിനിസ്ട്രി ഈശോ ചെയ്യുന്നതെല്ലാം തന്നെ ചെയ്യാനായിട്ട് ഇവരെ നാളെ ഈശോ അയക്കുകയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈശോ കൊടുക്കുന്ന ഫോർമേഷൻ ഈശോയുടെ തന്നെ കഴിവുകൾ കൊടുക്കുന്നു. നമ്മൾ ജോണിൻ്റെ ഗോസ്പലത്ത് വായിക്കുന്ന പോലെ ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഈശോ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളും കൂടെ ചെയ്യാൻ അങ്ങനത്തെ ഒരു കഴിവും കൂടെ കൊടുക്കുന്ന രീതിയിലാണ് അവരെ ഈശോ വളർത്തുന്നത്. അപ്പോൾ അത് പേഴ്സണൽ ലെവലിൽ വലിയൊരു ഫുൾഫിൽമെൻ്റ് ആണ്. മീൻ പിടിക്കുന്നതും വല നന്നാക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു സെൽഫ് ഫുൾഫിൽമെൻറ്റ്, ഒരു സെൽഫ് എക്സ്പ്രഷനിലേക്ക് അവർ വളരും. അവരുടെ വ്യക്തിത്വങ്ങൾ വളരും. അത് അവരുടെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആയിട്ട് കാണാം. അതേപോലെ ദൈവപുത്രൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള വലിയ അനുഭവം കിട്ടും. പിന്നെ അവരെ ഉപേക്ഷിച്ചത് എന്താണ്? അവരുടെ ഫാമിലി ഉപേക്ഷിച്ചു. അവർക്ക് ദൈവജനമാകുന്ന വലിയൊരു ഫാമിലി. കർത്താവിനെ പറഞ്ഞു, എനിക്ക് വേണ്ടി മാതാവിനെ, പിതാവിനെയോ മക്കളെയോ വയലുകളെയൊക്കെ ഉപേക്ഷിക്കുന്ന ഈ ലോകത്ത് വെച്ച് തന്നെ ഇരട്ടി കിട്ടും ഈശോ പറയുന്നുണ്ട്. വലിയൊരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിളിനെ കൊടുത്തു. അവിടെയൊക്കെ അവർ തന്നെ ലീഡേഴ്സായി ഒത്തിരി പേരെ വളർത്താനുള്ള ടൂൾസും ഈശോ കൊടുത്തു. അപ്പോൾ അപ്പനെ നഷ്ടപ്പെട്ടെങ്കിൽ അനേകം വ്യക്തികൾ അതിന് തുല്യമായി വലിയൊരു ഫാമിലി തന്നെ ദൈവം കൊടുത്തു. പിന്നെ നമുക്ക് കാണാം ഒരു ബോട്ട് ഉപേക്ഷിച്ചാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടായിട്ട് നമുക്ക് കാണാവുന്ന സഭ എന്ന ഒരു സെറ്റപ്പാണ്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. അതിൻ്റെ തന്നെ നമുക്കറിയാം ഫസ്റ്റ് പോപ്പാണ് പീറ്റർ. അപ്പം അതിൻ്റെ ഹെഡായിരിക്കാൻ ഒരു സഭയെ പണിതുയർത്തുന്ന അല്ലെങ്കിൽ സഭ എന്നൊരു വലിയൊരു കൂടാരം, ആ ഒരു ബോട്ട് കൺസ്ട്രക്ട് ചെയ്യാനും
അതിൻ്റെ മെയിൻ ആൾക്കാരുടെ ഹോൾഡ് ചെയ്യാനുമുള്ള വിളിയും ഉത്തരവാദിത്വം കിട്ടുന്നു. അപ്പോൾ ഈശോ കമാൻഡ് ചെയ്യുന്ന പല എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു, ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, അതേപോലെ ഈശോ ഒരു പ്രോമിസ് കൊടുക്കും, ഞാൻ നിങ്ങളെ ഇങ്ങനെ ആക്കും. അപ്പോൾ അതെല്ലാവരും കിട്ടുവാണ്. അതോടൊപ്പം വലിയൊരു ഫുൾഫിൽമെൻറ്റും ലൈഫിൽ അവർക്ക് ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഉപേക്ഷിച്ചതല്ല, അതിൻ്റെ ഏറ്റവും മനോഹരമായ വേറെ രീതിയിൽ അവർ സ്വന്തമാക്കുവാണ്. യഥാർത്ഥ സ്വന്തമാക്കലുകളൊക്കെ നടക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷമാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇന്നത്തെ വചനഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനോർത്ത് എനിക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ ഡിസൈപ്പിൾസിനെ പോലെ ഈശോ വിളിക്കുന്നത് മനസ്സിലാക്കാൻ, അതിന് അപ്പോൾ തന്നെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഫോളോ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി പോലെ ഒരു നിമിഷം പോലും താമസിക്കാതെ, വില എന്താണെന്ന് ചിന്തിക്കാതെ ഈശോയ്ക്ക് ഉത്തരം കൊടുക്കാൻ ആ കൃപ ഞങ്ങൾക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങളത് സ്വന്തമാക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്ന ഒന്നും നഷ്ടപ്പെടലുകളല്ലെന്നും, ഈശോ തരുന്നത് നമ്മുടെ തന്നെ ജീവിതങ്ങളെ പണിതുയർത്തുന്ന പുതിയ സാധ്യതകളാണെന്നും, ഒരു വില അല്ലെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവേ, ദൈവരാജ്യത്തിൻ്റെ ഈ ഒരു വലിയ സത്യം ചെറിയ കൊടുക്കലുകൾ വലിയ വാങ്ങലുകൾക്ക് പകരമാണെന്ന് തിരിച്ചറിയാൻ അങ്ങ് തരുന്ന ഈ ഒരു ഗ്രേസിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാമ്മേ, അമ്മയുടെ പ്രസൻസിനും ഗൈഡൻസിനും ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധാമ്മേ, ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താങ്ക് യു പ്രിയപ്പെട്ടവരെ. ഒത്തിരി സന്തോഷം. ഇന്ന് ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് വചനം വായിക്കാൻ പറ്റി. ചെറിയൊരു പോർഷനാണ് ഡിസൈപ്പിൾസിനെ വിളിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ഇതേപോലെ വിളിക്കപ്പെട്ടവരും അതിന് പല രീതിയിൽ ഉത്തരം കൊടുത്തവരുമാണ്. അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ ഒരുമിച്ച് മുന്നേറാം. സോ ഐ എം സോ ഗ്ലാഡ്. ലെറ്റ്സ് വാക്ക് ആസ് വി വാക്ക് ദിസ് വാക്ക് ടുഗെദർ ഇൻ ദിസ് ഫാമിലി ഓഫ് കിങ്ഡം ഓഫ് ഗാഡ്.